നസ്നി എന്താണ് ചിരിച്ച് ആസ്വദിച്ച് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്? നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. വേറൊരു വേഷത്തിൽ വേറൊരു ലുക്കിൽ മഞ്ജരി കംപ്ലീറ്റ് വേറെ ആള് അടിമുടി ആളെ മാറി അങ്ങ്. താങ്ക് യു ചേച്ചി. എന്തായിരുന്നു ഇങ്ങനെ ഒരു ചേഞ്ചിന്റെ ഒരു കാരണം? ഈ ഒരു പാട്ടിനൊരു ചേഞ്ച് വേണമെന്ന് തോന്നി. ആരാണ് ചേഞ്ച് ആഗ്രഹിക്കാത്തത്? നന്നായി പാടി നസ്നി. താങ്ക് യു ചേച്ചി. നസ്നിയിൽ നിന്നും സാധാരണ രീതിയിലുള്ള ഒരു പാട്ടല്ല, നസ്നിയുടെ ഒരു ഡിഫറെന്റ് ഒരു സ്റ്റൈലിലാണ് നസ്നി ഈ ഒരു പാട്ട് എടുത്തതും. പാട്ട് ഇങ്ങനെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴാണ് അതിന്റെ ഇടയിലൊരു ലിറിക്സിന്റെ ഒരു എന്തൊക്കെയോ ആയി. അതെ, മഞ്ജരി ചേച്ചിയുടെ പാട്ട് കേട്ട് ഞാൻ അങ്ങനെ ആസ്വദിച്ചിട്ട് ആ പാട്ട് തന്നെ ഞാൻ പാടിക്കൊണ്ടിരുന്നു. അപ്പൊ പെട്ടെന്ന് മറന്നു പോയി, സോറി. ചേച്ചിനെ ആലോചിച്ചോണ്ട് മാത്രം. അതെ അതെ അതെ, അതിന്റെ അടുത്ത സ്റ്റാൻസിലും അതേപോലെ അതേ സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് ലിറിക്സ് ആ സമയത്ത് വേണ്ടി ചേട്ടനെ ആലോചിച്ചു. അതെ അതെ. അതെന്താ നസ്രി അങ്ങനെ അങ്ങനെ എന്താ ചെയ്യുന്നേ? മനഃപൂർവ്വം അല്ല, അറിയാതെ പോയതാ. എന്ത് ചെയ്യും ഞങ്ങള്? അതായത് ഒരു ഒരു ക്യൂട്ട് ഒരു വോയിസ് ഈ പാട്ടില് സാധാരണ നമ്മൾ കേട്ട ഒരു വോയിസിനേക്കാൾ ഒരു എന്തോ ഒരു ഒരു ഡിഫറൻസ് ഉണ്ട് നസ്നി പാടുമ്പോഴത്തേക്ക്. പിന്നെ ആളുടെ ഈ ചിരിയും വർത്തമാനവും ഒക്കെ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോഴേ നമുക്ക് ആ വർത്താനവും കുസൃതിയൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് പിന്നെ ധൈര്യത്തെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു നസ്നി. ഈ ചാൾസ് ശോഭരാജിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അമ്മാരി ധൈര്യമാണ്. എന്തായാലും കൊള്ളാം നസ്നി. ഇതുമാതിരിത്തെ ഇനി ഒരു റൗണ്ടും കൂടിയേ ഉള്ളൂ എന്റെ നസ്നി. അതുകൊണ്ട് ഇതുമാതിരിത്തെ തെറ്റുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഓക്കെ, ഉണ്ടാവില്ല. വേണു ചേട്ടാ. നസ്നി പറയൂ, ഞാൻ എന്ത് ചെയ്യണം? ഒരു 2 അടി അടിച്ചോ, എന്നാലും കുഴപ്പമില്ല, മറക്കാതിരിക്കാം. അത് വേണ്ട, ഇവിടെ മാർക്കിൽ 2 അടി താഴേക്ക്. അയ്യോ, അത് മാത്രം വേണ്ട. മാർക്ക് മേലേക്കായാലും കുഴപ്പമില്ല. അടിച്ചാലും കുഴപ്പമില്ല. അതെ, ഇതെന്താ ഇങ്ങനെ രചന മറന്നു പോകുന്നത്? അറിയില്ല. സുൽഫി ചോദിക്കൂ ഹരിയോട്. എന്ത് മറന്നുപോയിന്ന് വെച്ചു? എന്താണ് മറന്നുപോയത്? പക്ഷേ എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടം. അതായത് പാലം കുലുങ്ങിയാലും നസ്നി കുലുങ്ങില്ല. കൂൾ, ദാറ്റ് ഈസ് ഗുഡ് ആറ്റിറ്റ്യൂഡ്. താങ്ക് യു സർ. അതിന് കൂടെ പാട്ടും വേണം, ശ്രുതിയും അതെ രചനയും അതെ സംഗതികളെല്ലാം വേണം. അതെ കേട്ടോ? വേണം. അപ്പോ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അതെ, ഇപ്പൊ എന്തായാലും ഈ റൗണ്ടിൽ നമ്മുടെ നല്ല ആറ്റിറ്റ്യൂഡിന് എന്തായാലും കൈയടി വീണിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം പാട്ടിനും കൂടി ഇതേ കൈയടി കിട്ടട്ടെ. എന്തായാലും സുൽഫിക്ക് ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമുക്കൊരു ഗെയിം ആയാലോ? കടന്നു വരൂ സുൽഫി. എലിമിനേഷൻ ഒക്കെ കണ്ടിട്ട് എല്ലാരും എന്ത് പറഞ്ഞു? അയ്യോ, നസ്നീനെ കൂടുതൽ ടെൻഷൻ അടിപ്പിച്ചു എന്ന് പറഞ്ഞു. അതെ, എല്ലാരും വിചാരിച്ചത്ര ഞാൻ ഔട്ടായിരുന്നു. സത്യത്തിൽ ഞാനും വിചാരിച്ച ഔട്ടായി പോവാന്ന്. അങ്ങനെ എല്ലാരും നല്ല സപ്പോർട്ടീവാണ്. പ്രത്യേകിച്ച് എന്റെ ബ്രദർ നിസാർക്ക, എന്റെ അക്കാക്ക് ഒരുപാട് താങ്ക്സ് പറഞ്ഞു. പിന്നെ എന്റെ താത്ത പ്രത്യേകം പറഞ്ഞിരുന്നു, മഞ്ജരി ചേച്ചി എന്റെ താത്താക്ക് ഒരു ഹായ് കൊടുക്കണം. താത്തയുടെ പേര് ചിക്കു. ചിക്കു ചിക്കു. മഞ്ജരി ചേച്ചിയുടെ ഹായ് മാത്രം മതി. വേണുചേട്ടന്റെ ഒരു ഹായ്, 2 പേര്. എന്നെ വിഷമിപ്പിക്കട്ടെ. മഞ്ജരിയുടെ ഒരു വലിയ ഹായ് അല്ലേ? അതെ.